ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ നമ്മുടെ ചാലഞ്ച് ഡേ 2 ആണ് കേട്ടോ. എൻ്റെ ഡയറ്റ് വിത്ത് ജിം എങ്ങനെ പോകുന്നു എന്ന് കണ്ടാലോ. ഇത് രാവിലെ തന്നെ ജിമ്മിൽ പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ജിമ്മിൽ നിന്നാണ്. അതൊരു അടിപൊളി വൈബാണ്, ഒരു പോസിറ്റിവിറ്റിയാണ് രാവിലെ തന്നെ ജിമ്മിൽ. പക്ഷേ എണീറ്റ് പോവാനൊക്കെ ഭയങ്കര മടിയാണെങ്കിലും പോയി കിട്ടിയാൽ അടിപൊളിയാണ് കേട്ടോ. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല അടിപൊളിയാവും. സോ വാമപ്പ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് കേട്ടോ നമ്മുടെ ജിം. അങ്ങനെ വാമപ്പ് ഒക്കെ ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ പുട്ടായിരുന്നു കേട്ടോ. ഗോതമ്പ് പുട്ടാണ് ഇത്. പിന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ടായിരുന്നു. സോ കറി ഉരുളക്കിഴങ്ങിൻ്റെ കറിയായിരുന്നു. അത് കുറച്ചെടുത്തു കേട്ടോ. സോ അതിനിടയ്ക്കൊക്കെ വെള്ളം കുടിക്കും. ഇത് എൻ്റെ ബോട്ടിലാണ്. ഇത് 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. സോ ഇതിൽ ഞാൻ ഒരു ബോട്ടിൽ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് കുടിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. പിന്നെ ലഞ്ചിന് ഞാൻ ബ്രെഡും ഓംലേറ്റ് അല്ല, ജസ്റ്റ് 2 എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 1:30 ആകുമ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. വർക്ക് ഫ്രം ഹോം ആയിട്ടാണ്. സോ ഞാൻ പൊതുവേ ഈ സമയത്ത് ചിപ്സൊക്കെ കഴിക്കാറ്. പക്ഷേ ഇപ്പം അത് നട്ട്സ് ആക്കി കേട്ടോ. 2-3 നട്ട്സ് എടുത്തു. ഈവനിങ് ആയപ്പം പരിപ്പ് വട. ഇത് ഡയറ്റിൽ വിടുന്നതെല്ലാം എന്നറിയാം, എങ്കിൽ പോലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാനൊരു പരിപ്പ് വട കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റ് ഡിന്നറിന് ഫ്രൂട്ട്സാണ് എടുത്തിട്ടുണ്ടായിരുന്നേ. പപ്പായ ആയിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള പപ്പായ ആയിരുന്നു. അപ്പം അത്രേ ഉള്ളൂ.